അവരാണ് ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ അവരും നിസ്സഹായരായിട്ട് മാധ്യമങ്ങൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, യാതൊരു സംശയവും വേണ്ട. കാരണം മാധ്യമങ്ങൾ ഹാവ് ബിക്കം പാർട്ട് ഓഫ് ദ മാർക്കറ്റ്. നമ്മൾ ഈ ലിബറലൈസിന് ശേഷം മാധ്യമങ്ങൾ ഒരു മാർക്കറ്റ് ഫംഗ്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. എന്നാൽ മാർക്കറ്റിൽ നമുക്കിപ്പോ സാധാരണ മാർക്കറ്റിൽ പോയി സോപ്പ് വാങ്ങിച്ചിട്ട് അത് നമ്മുടെ എന്താ പറയാ തുണി ക്ലീൻ ചെയ്യുന്നവർ കീറിയാൽ കൺസ്യൂമർ കോർട്ടിലെങ്കിലും പോവാം. ഇത് അതും പറ്റില്ല. ഞാനൊരു 2-3 മാസം ഈ മാധ്യമം ഈ പത്രം വായിച്ചിട്ട് അല്ലെങ്കിൽ ചാനൽ കണ്ടിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെ മനസ്സൊക്കെ പൊള്ളൂട്ട്. എന്നിട്ട് ഒരു കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് 2 ലക്ഷം റുപ്യ ഇത് ചോദിക്കാൻ പറ്റുമോ? അതാരെങ്കിലും ചെയ്യേണ്ടതാണ്. If they are a product of the market, they should at least belong to the laws of the market. They should be subscribed to the laws of the market. ഇത് അവിടെയല്ല എവിടെയല്ല. അവരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹൈ ഗ്രൗണ്ട് ക്ലെയിം ചെയ്യുന്നു, എന്നാൽ ആ ഒരു ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നില്ല. എന്നാൽ ഒരു പ്യുവർ മാർക്കറ്റ് ഫിനോമിനായിട്ട് പ്രോഫിറ്റേറിയൻ ഫിനോമിനായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യത്തിൽ ഇതിന് തിരുത്തൽ ഗവൺമെന്റ് സ്റ്റേറ്റിൽ നിന്നും വരില്ല, ഗവൺമെന്റിൽ നിന്നും വരില്ല. അപ്പൊ ഈ ഒരു ഇന്റലക്ച്വൽ എന്താ പറയുക കോൾഡ് ഓൺ സാനിറ്റയർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, ഇപ്പൊ സുപ്രീം കോടതിയൊക്കെ കോർട്ട് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന പോലെ പബ്ലിക് സ്ഫിയർ എലിമെന്റ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ സ്ഥിതി വീണ്ടും വഷളായി മാറി നമുക്ക് വിചാരിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ചർച്ച പോലും ഒരു 10-5 കൊല്ലം കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് എന്റെ ഭീതി എന്നും പറഞ്ഞ് ഞാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു കമ്മീഷൻ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയത് സർക്കാർ ഉണ്ടാക്കിയ കമ്മീഷനൊന്നുമല്ല, കോർപ്പറേറ്റ്സിൻ്റെ എന്നൊക്കെ ഗ്രാൻഡ് കൊടുത്തിട്ട് ഏതോ ഫൗണ്ടേഷൻസൊക്കെ ഗ്രാൻഡ് കൊടുത്തുണ്ടാക്കിയതാണ്. അവരുടെ ഒരു പ്രധാന നിരീക്ഷണം എന്ന് പറയുന്നത് ബൈ ഇറ്റ്സ് വെരി നേച്ചർ all freedoms are always in danger. ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു എന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും അപകടത്തിലാണ്. കാരണം ആർക്കെങ്കിലും അതിനെ അപകടപ്പെടുത്താൻ കഴിയും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവർ അന്ന് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവർ എത്തിയ ഒരു നിഗമനം, ഈ നമ്മുടെ മാധ്യമങ്ങൾക്കെതിരെയുള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് പുറത്തു നിന്ന് വരുന്നു എന്നാണ് ഇരിക്കുന്നത്. സർക്കാരിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും വരുന്നു. അവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഏറ്റവും വലിയ അപകടം മാധ്യമങ്ങൾക്ക് ഉള്ളിൽ നിന്നാണ്. മാധ്യമങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർ മാധ്യമ സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൽ ഇന്ത്യയിൽ അത് സൂക്ഷ്മമായി നോക്കിയാൽ നമുക്കത് വളരെ കൃത്യമാണെന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നാം ഓർക്കേണ്ടത് നമ്മൾ വളരെയധികം മിത്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒക്കെ. രാഷ്ട്രീയ തലത്തിലുള്ള ഏറ്റവും വലിയ മിത്ത് എന്ന് പറയുന്നത് നമ്മൾ അഹിംസയിൽ കൂടി സ്വാതന്ത്ര്യം നേടി, ഒരു ലോകത്താദ്യമായിട്ട് ഒരു അഹിംസമായ സമരത്തിൽ, ഹിംസയില്ലാത്ത സമരത്തിൽ കൂടി സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് അത് തന്നെ ഒന്നാമത്തെ ഒരു മിത്താണ്. അങ്ങനെ ഒരു സാഹചര്യം രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ഒരു കോളനിയെ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അവസാനത്ത് ഈ മൗണ്ട്ബാറ്റന് മുമ്പിരുന്ന വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് വേവൽ, അങ്ങനെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ആളാണ് ഇന്ത്യയിൽ. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അങ്ങനെ യുദ്ധം തീരുന്നതിന് മുമ്പ് തന്നെ ലണ്ടനിലേക്ക് എഴുതിയ കത്തുകൾ അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. വിൻസ്റ്റൺ ചർച്ചിലിനെ നേരിട്ട് എഴുതിയിട്ടുണ്ട്. കൂടുതലും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് എഴുതുന്ന കത്തുകളാണ്. അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: 20 ലക്ഷം ആളുകളാണ് ഇപ്പോൾ നമുക്ക് പട്ടാളത്തിലുള്ളത്. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ 2 ലക്ഷമാണ് ഇന്ത്യൻ പട്ടാളം, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി. അത്
യുദ്ധത്തിൽ 20 ലക്ഷമായി വർദ്ധിച്ചു. എന്നാൽ എല്ലായിടത്തും പോയി ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്ത ഇന്ത്യക്കാരാണ്. 20 ലക്ഷം ആളുകൾ യുദ്ധം കണ്ടവരാണ്. പരിശീലനം കഴിഞ്ഞു യുദ്ധം കണ്ട 20 ലക്ഷം ആളുകൾ. ഇപ്പൊ തീരുന്നുടനെ ഇവരെ എല്ലാം പിരിച്ചുവിടേണ്ടി വരും, ഡിമോബിലൈസ് ചെയ്യേണ്ടി വരും. കാരണം യുദ്ധം കഴിഞ്ഞതിന് ശേഷം 20 ലക്ഷം ആളുകൾ കാശ് കൊടുത്ത് ഒരു പട്ടാളത്തിൽ നിർത്താൻ കഴിയില്ല. അപ്പൊ ഇവര് പോയി കഴിയുമ്പോൾ ഇവരും സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിട്ട് കൈകോർത്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതാണ് വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങേര് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ, അതായത് യുദ്ധം തീരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ശ്രമിക്കണം. ഇവിടെ നിന്ന് മാന്യമായ രീതിയിൽ പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ നിന്ന് മാന്യമല്ലാത്ത രീതിയിൽ പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കക്കാർ ഓടിപ്പോയൊക്കെ നമുക്കറിയാം. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ ഓടിപ്പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു വലിയ മിത്ത് അതിന് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. 2, ഇതിപ്പോൾ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇവിടെ രാമചന്ദ്ര ഗുഹയെ ധരിച്ചുകൊണ്ട് സച്ചി പറഞ്ഞു 50 എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു അർത്ഥ ജനാധിപത്യമാണെന്ന് തന്നെ പറയാൻ കഴിയില്ല. ഇത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പട്ടാളക്കാർ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ഒരാൾ സമരം ചെയ്യുന്നു. അതൊന്നും 12 കൊല്ലം 14 കൊല്ലം പോയിട്ടും അതൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു രാജ്യം. ആളുകൾ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു. കാശ്മീരിൽ നടക്കുന്നു, നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നു, ആളുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റുമാണ് ഒരു റിപ്പോർട്ട് വന്നത്. ഛത്തീസ്ഗഡിലെ പോലീസ് മേധാവിയെ അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നു, ലോങ് ലീവിൽ പോകാനായിട്ട് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ എത്രയോ കാലം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഈ മനുഷ്യനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ചാർജുകൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം, ഇത് ജനാധിപത്യമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും ജനാധിപത്യമാണെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ആ ജനസംഖ്യ ഒരു വലിയ നേട്ടം ആരുടെയെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെയോ ഇതിൻ്റെയോ ആരുടെയും നേട്ടമൊന്നുമല്ല ഇത്രയും ജനസംഖ്യ ഈ രാജ്യത്തുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇത് ഏറ്റവും വലിയ ഇതാകും. അത് ജനാധിപത്യമായാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാകും. ജനാധിപത്യമില്ലാത്ത സമൂഹമാണെങ്കിൽ അത് ലോകത്തിലെ ജനാധിപത്യമില്ലാത്ത ഏറ്റവും വലിയ സമൂഹം ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ജനാധിപത്യ സമൂഹമാണെന്നുള്ള നമ്മുടെ അവകാശത്തിൻ്റെ അടിസ്ഥാനം? അത് നമ്മുടെ ഭരണഘടനയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയുന്നത് ഇതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, ഇതൊരു സെക്യുലർ റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പം എഴുതി വെച്ചതുകൊണ്ട് ഒരു സെക്യുലർ രാജ്യം ഉണ്ടാവും, എഴുതി വെച്ചതുകൊണ്ട് ജനാധിപത്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിലൊന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 5 കൊല്ലത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനകത്ത് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരവസരം ഒഴികെ നടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്താണ് അതിന് ഒരു തടസ്സം വന്നത്. അതും 5 കൊല്ലത്തിനുള്ള 6 കൊല്ലമായി എന്നുള്ള ഒരു വ്യത്യാസമേ ഉണ്ടായുള്ളൂ. വലിയൊരു അപരാധമായിട്ട് കാണേണ്ടതില്ല. 1 കൊല്ലത്തിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. പക്ഷെ ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എത്രയോ രാജ്യങ്ങളിൽ, ഒരു ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ അധികാരമാറ്റം നടക്കുന്നു ഇവിടെ. അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസമായിട്ട് കാണാവുന്നത്. 1957 സർക്കാർ, കേരളത്തിലെ സർക്കാരാണ് ആദ്യമായിട്ടൊരു ചലഞ്ച് ആയിട്ട് നമ്മുടെ കേന്ദ്ര ഭരണാധികാരികളുടെ മുമ്പിൽ വരുന്നത്. 2 കൊല്ലം സഹിച്ചതിന് ശേഷം അതിനെ പുറത്താക്കി ആ സർക്കാരിനെ. പക്ഷേ പിന്നീട് അത് പുറത്താക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരുന്ന 1967 തമിഴ്നാട്ടിലും മാറ്റം ഉണ്ടായി. അതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അക്കാലത്ത് ഭരണത്തിൽ ഇരുന്ന കക്ഷി അതിന് ഈ 50 ഇപ്പോൾ 50ാമത്തെ വർഷമാണിത്. 2017 എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ അധികാരമാറ്റം കഴിഞ്ഞിട്ട് 50 കൊല്ലമാവുന്നു. ഈ 50 കൊല്ലത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനോട്. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റം നടന്നു. അതാണ്
ജനാധിപത്യത്തിൻ്റെ ഒരു രണ്ടാമത്തെ അംശമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരമാറ്റം നടക്കുന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? 5 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കാര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എല്ലാ ദിവസവും നിലനിൽക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ജനാധിപത്യം, അതിന് ജനാധിപത്യമാകുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടോ തെരഞ്ഞെടുപ്പിലൂടെ അധികാരമാറ്റം നടന്നതുകൊണ്ടോ ഒരു സമൂഹം ജനാധിപത്യ സമൂഹമാകില്ല. നമുക്ക് ഈ സമൂഹത്തിന് മറ്റും പല പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒരു വലിയ പ്രശ്നം ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും മനസ്സുകളിലുള്ള ഒരു അപകർഷതാബോധമാണ്, ഇൻഫീരിയോറിറ്റി. അതുപോലെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾ വന്നൊരു 300 കൊല്ലം ഭരിക്കുന്നു, പിന്നെ അത് കഴിയുമ്പോൾ വേറെ ആളുകൾ പുറത്തുനിന്ന് വരുന്നു, അവരും ഒരു 300 കൊല്ലം ഭരിക്കുന്നു. ഇങ്ങനെ പല തലമുറകൾ വിദേശാധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞ ഒരു ജനതയിൽ അവർക്ക് ഇങ്ങനെയുള്ള ആത്മവിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അപകർഷതാബോധം ഒക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ്. നമ്മുടെ മുദ്രാവാക്യങ്ങൾ നോക്കൂ, അതിനകത്ത് ഈ പ്രതിഫലിക്കുന്ന അപകർഷതാബോധമല്ലേ. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിലെ മുദ്രാവാക്യങ്ങളൊന്നാണ് തമിഴനെന്ന് ചൊല്ലടാ, തലയുയർത്തി നില്ലടാ. അങ്ങനെ ഒരു മുദ്രാവാക്യം ആവശ്യമായി വരുന്നത് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിട്ടാണ്. അത് RSSന്റെ മുദ്രാവാക്യം എന്താണ്? ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ, അഭിമാനത്തോടു കൂടി പറയൂ നമ്മൾ ഹിന്ദുക്കളാണ് എന്ന്. അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധം എന്തോ കാരണവശാൽ ഉണ്ടായിരിക്കുന്നു. ഈ ഹിന്ദുത്വത്തെ നിലനിർത്തുന്നത് ഈ അപകർഷതാബോധമാണ്. ഈ അപകർഷതാബോധത്തെ എങ്ങനെയാണ് മറികടക്കുന്നത്? സൈക്കോളജിക്കാരൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിനെ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. ഈ പ്രസ്ഥാനങ്ങളും ഒക്കെ അടിസ്ഥാനപരമായി അപകർഷതാബോധമുള്ള ജനതകൾ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്